ഈ മാസം 17-നാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായത്. 6 ആഴ്ചയ്ക്കകം ഒഴിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. റവന്യൂ വകുപ്പ് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കെട്ടിടങ്ങളാണ് ഒഴിപ്പിക്കേണ്ടത്. ഇതിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കോടതിയെ സമീപിക്കാനാണ് പൂപ്പാറ നിവാസികളുടെ തീരുമാനം. തങ്ങൾ കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാരാണെന്ന് പൂപ്പാറ നിവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് കോടതി വിധി പറഞ്ഞതെന്നും ഇവർ ആരോപിക്കുന്നു. തികച്ചും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ 56 പേരെയും ഇതുവരെ യാതൊരുവിധ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കാതെ എന്താണ് അവിടെ നടന്നിരിക്കുന്നത്, എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും ഒരു വിശദീകരണം തേടാതെ കോടതി സ്വമേധയാ ഒരു കേസ് എടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണ് ഇവിടെ, ആരാണ് കയ്യേറിയിരിക്കുന്നത്, എന്താണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്, എവിടെയാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്, എന്നാണ് ഈ കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയും വരുത്താതെ ആരോ ഒരാൾ ഒരു പരാതിപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ 56 കടകളും വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ഒന്നായി ആരാധനാലയങ്ങൾ അപ്പാടെ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്നുള്ള ഈ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. പുത്തമ്പുരയ്ക്കൽ ബിജു കുമാരൻ, തഷ്കൻ നാഗയ്യ എന്നിവർ പൂപ്പാറ പന്നിയാർപ്പുഴ കയ്യേറി കെട്ടിടം നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടി 2022 ഡിസംബറിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പും തുടർന്ന് കളക്ടറും കയ്യേറ്റങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകി. അമിക്കസ് ക്യൂറി മുഖേന സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്മേലാണ് കോടതി ഉത്തരവ്. പുഴ കയ്യേറ്റം തടഞ്ഞുള്ള വിധി പൂപ്പാറയ്ക്ക് മാത്രം ബാധകമാക്കരുതെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരവ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കണം. ഇടുക്കിയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തെ കോടതിയും സർക്കാരും തിരിച്ചറിയണമെന്നും വ്യാപാരികൾ പറഞ്ഞു. ഈ വിധി നാളെ ഇടുക്കി ജില്ലയിൽ, കേരളത്തിൽ ഒട്ടാകെ ഈ നിയമം പാസ്സായി നടപടി എടുക്കുന്നത് വരെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഈ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം. മാത്രമല്ല, ഈ കാര്യങ്ങൾ ഇടുക്കി ജില്ലക്കാർ തിരിച്ചറിയണം. ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയണം. അതുകൊണ്ട് ഇവിടെയുള്ള കച്ചവടക്കാരെയും അല്ലെങ്കിൽ 2 സെൻറ്റ് 3 സെൻറ്റിൽ താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കുവാൻ ഏത് നിലപാടാണെങ്കിലും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഏത് രീതിയിലും ഞങ്ങൾ അതിന് മേൽക്കോടതിയാണെങ്കിലും നിയമപരമായിട്ടുള്ള പോരാട്ടത്തിനാണെങ്കിലും പ്രക്ഷോഭമായിട്ടുള്ള രീതിയിലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഏറ്റവും അവസാനം ഞാൻ ഈ മാധ്യമത്തിലൂടെ അറിയിക്കുകയാണ്, ചിലപ്പോൾ ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ്. അതേസമയം 6 പതിറ്റാണ്ടിലേറെ താമസിച്ചു വരുന്ന വീടും നാടും ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് പൂപ്പാറ നിവാസികൾ പറയുന്നു. 10-60 വർഷമായിട്ട് ഞങ്ങളുടെ കാരണവന്മാരും സ്വത്തുക്കളായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നതാണ്. ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊരു നിർവാഹമില്ല. ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകില്ല. ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ ഞങ്ങളുടെ ജീവിത മാർഗമായിട്ടുള്ളത്. சின்ன பிள்ளையிலேருந்து நம்ம இங்கே இருக்கோம்ல, அதிலிருந்து சொன்னால் போகும்ல. பிறந்தது வளர்ந்ததெல்லாம் இங்கே தான், பிறந்தது வளர்ந்தது வியாபாரம் பண்ணுறது எல்லாமே நாங்கள் இங்கே தான். திடுதுப்புன்னு வந்துட்டு எங்களை இங்கேருந்து வெளியேறி போச்சோன்னா நாங்கள் எங்கே போவோம்? இங்கேருந்து தமிழ்நாடு போனாலும் அங்கேயும் பிழைக்க முடியாது, இங்கேயும் பிழைக்க முடியாது. அப்போ நாங்கள் என்ன தான் செய்கிறது? அப்போ எங்களை கொண்டுட்டு கூட இந்த இடத்துல இருந்து எங்களை அனுப்பி விடுங்க. കോടതി തങ്ങളുടെ ഭാഗം കേൾക്കുമെന്നും അനുകൂല വിധി ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് പൂപ്പാറ നിവാസികൾ. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.